റോബർട്ട് ഓപ്പൺഹൈമറിന്റെ മുഴുവൻ ജീവിതം ഒരു മിനിറ്റിനുള്ളിൽ 1904 ജനിച്ച അദ്ദേഹം കെമിസ്ട്രി ഗ്രാജുവേഷൻ നേടിയ വ്യക്തിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഫിസിക്സ് പഠിക്കാൻ കേംബ്രിഡ്ജിൽ ചേർന്നു, പക്ഷെ പലതവണ പരാജയപ്പെട്ടു. ഇത് ഡിപ്രഷനിലേക്കും സ്കിസോഫ്രീനിയയിലേക്കും നയിച്ചു. ഈ സമയത്ത് ഒരു ബാല്യകാല സുഹൃത്തിനെ കൊല്ലാനും അധ്യാപകനെ ആപ്പിളിൽ വിഷം കലർത്തി കൊല്ലാനും ശ്രമിച്ചുവെന്ന് ആരോപിക്കപ്പെട്ടു. മാക്സ് ബോൺ എന്ന ഫിസിസിസ്റ്റ് അദ്ദേഹത്തെ ജർമ്മനിയിൽ ജോലി ചെയ്യാൻ ക്ഷണിച്ചതോടെ അദ്ദേഹത്തിന്റെ ജീവിതം മാറി. 1940 ആയപ്പോഴേക്കും ഓപ്പൺഹൈമർ ലോകത്തിലെ ഏറ്റവും മികച്ച ഫിസിസിസ്റ്റിൽ ഒരാളായി. 1942 ലോകത്തിലെ ആദ്യത്തെ അറ്റോമിക് ബോംബ് സൃഷ്ടിക്കുന്നതിനുള്ള മൻഹട്ടൻ പദ്ധതിയുടെ തലവനായി അദ്ദേഹത്തെ നിയമിച്ചു. 1945 ജൂലൈ 16 അലമുഗോർദോയിൽ ആദ്യത്തെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ വിജയകരമായി പരീക്ഷിച്ചു. അതിന് ട്രിനിറ്റി എന്ന് പേരിട്ടു. പിന്നീട് ഹിറോഷിമയിലും നാഗസാക്കിയിലും ബോംബാക്രമണം നടത്തിയപ്പോൾ ഇത് ഉപയോഗിച്ചു. യുദ്ധത്തിന് ശേഷം ആറ്റം ബോംബുകളുടെ ഉപയോഗത്തിൽ ഓപ്പൺഹൈമർ കുറ്റബോധം പ്രകടിപ്പിക്കുകയും സോവിയറ്റ് യൂണിയനെതിരായ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണങ്ങളെ എതിർക്കുകയും ചെയ്തു. ഇത് രാഷ്ട്രീയ ശത്രുക്കളിലേക്ക് നയിച്ചു. സോവിയറ്റ് ഏജന്റ് ആണെന്ന് പോലും അദ്ദേഹത്തെ ആരോപിക്കപ്പെട്ടു. തൽഫലമായി അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതം കോടതി കേസുകളാലും വിവാദങ്ങളാലും നിറഞ്ഞു. പിന്നീട് 18 ഫെബ്രുവരി 1967 ത്രോട്ട് ക്യാൻസർ ബാധിച്ച് മരിക്കുകയും ചെയ്തു.